ഇത് അബൌട്ട് 800 റുപ്പീസ് വരും ഒരു പാൻറ്റ് നിങ്ങൾ തുണി എടുത്ത് ചെയ്ത് വരുമ്പം. വേറെ ഇവിടെ 595 രൂപയ്ക്ക് ഞങ്ങൾ അതേ തുണിയുടെ റെഡിമെയ്ഡ് കൊടുക്കും. നിങ്ങൾക്ക് മെറ്റീരിയൽ എടുത്ത് തയ്ക്കുന്നതിലും ലാഭകരവും സൗകര്യപ്രദവും ആയിരിക്കും. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റിയും 100% ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ടുന്ന സ്കൗട്ട്, ഗൈഡ് ഇതിൻ്റെ എല്ലാം യൂണിഫോം റെഡിമെയ്ഡ് ഞങ്ങളുടെ അടുത്തുണ്ട്. യൂണിഫോം എടുത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ വിലയാണെങ്കിൽ 180 തൊട്ട് 300 താഴെ വരെ. പ്രിയപ്പെട്ട എല്ലാവർക്കും ബിസിനസ് മല്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് പത്തനംതിട്ടയിലെ അടൂരാണ്. ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു ഷോപ്പുണ്ട്. ഈ കാണുന്ന JK ഗാർമെൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ്. നമുക്കറിയാം, കേരളത്തിലെ മാതാപിതാക്കൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ സ്കൂൾ യൂണിഫോം. അത് സമയത്തിന് തയ്ച്ച് കിട്ടുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇവിടെ ഇപ്പം ഈ അടൂരും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കെങ്കിലും അതിലൊരു ആശ്വാസം കിട്ടുന്ന ഷോപ്പാണിത്. സ്കൂൾ യൂണിഫോമുകൾ തയ്ച്ച് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. റെഡിമെയ്ഡ് മാത്രമല്ല, മെറ്റീരിയലും കിട്ടും. ഈ അടൂരും പത്തനംതിട്ട പരിസര പ്രദേശങ്ങളിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സ്കൂൾ യൂണിഫോമുകളും ഇവിടെ ഉണ്ട്. അതിൻ്റെ മെറ്റീരിയൽസുകളുണ്ട്, അതിൻ്റെ സ്കൂളിൻ്റെ എംബ്ലമുണ്ട്. അങ്ങനെ എല്ലാവിധ ആക്സസറീസ് ഉൾപ്പെടെയാണ് ഇവിടെ സ്കൂൾ യൂണിഫോമുകൾ ഉള്ളത്. JK ഗാർമെൻറ്റ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഓണർ കൂടിയായ ജോണച്ചായിൽ നിന്ന് നമുക്കറിയാം. നമസ്കാരം. നമസ്കാരം സാർ. എന്താണ് JK ടെക്സ്റ്റൈൽസ്? JK ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് തുണികളും ഉണ്ട്. എന്നാൽ മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് സ്കൂൾ യൂണിഫോം, സ്കൂള്, കോളേജ്, പോളിടെക്നിക്ക്, എഞ്ചിനീയറിംഗ് കോളേജ്, നേഴ്സസ്, ഈ വക യൂണിഫോമാണ് മെയിനായിട്ട്. അത് റെഡിമെയ്ഡ് ഞങ്ങളുടെ അടുത്തുണ്ട്, അതിൻ്റെ മെറ്റീരിയൽസും ഉണ്ട്. മെയിനായിട്ട് ആൾക്കാർ ഒരു 90% റെഡിമെയ്ഡാണ് എടുക്കുന്നത്. റെഡിമെയ്ഡ് ഞങ്ങളെ സ്വന്തം യൂണിറ്റ് ചെയ്യിക്കുന്നതുകൊണ്ട് കമ്പനിയിൽ നിന്ന് തരുന്ന ഐറ്റംസും ഉണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന യൂണിഫോമിന് 100% ഗ്യാരണ്ടിയാണ്. സ്റ്റിച്ചിങ് ഗ്യാരണ്ടിയുണ്ട്, മെറ്റീരിയൽ ഗ്യാരണ്ടിയുണ്ട്. സാർ, ഇപ്പം സ്കൂൾ യൂണിഫോമുകൾ ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണ്, കേരളത്തിലെ മൊത്തം സ്കൂളുകളാണോ അതോ സാറിൻ്റെ നാടെന്ന് പറയുമ്പോൾ ഇപ്പം അടൂരല്ലേ? അതെ. അപ്പം ഇവിടുത്തെ യൂണിഫോം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പറയാമോ? ഇൻ ആൻഡ് അറൗണ്ട് അടൂർ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകളിലുള്ള മെയിൻ സ്കൂളുകൾ മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ. അടൂർ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഇൻ ആൻഡ് അറൗണ്ട് അടൂർ. അതിനകത്ത് സ്കൂളിൻ്റെ പേരുകൾ പറഞ്ഞാൽ മെയിനായിട്ട് കേന്ദ്രീയ വിദ്യാലയമുണ്ട്. കേന്ദ്രീയ വിദ്യാലയം തന്നെ അടൂരിനടുത്ത് അടൂരുണ്ട്, കോന്നിയുണ്ട്, ചെന്നീർക്കരയുണ്ട്. ഈവൻ കൊല്ലത്തുനിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നാൽ യൂണിഫോം എടുക്കുന്നത്. കാരണം അവിടെ എങ്ങും റെഡിമെയ്ഡ് ഇല്ല. പിന്നെ അവർക്ക് വേണ്ടുന്ന സ്കൗട്ട്, ഗൈഡ് ഇതിൻ്റെ എല്ലാം യൂണിഫോം റെഡിമെയ്ഡ് ഞങ്ങളുടെ അടുത്തുണ്ട്. റെഡിമെയ്ഡും ഉണ്ട്, അതിൻ്റെ അക്സസറീസും ഉണ്ട്. അതാണ് ചോദിക്കാൻ വന്നൊരു കാര്യം. ഇപ്പം ഈ ഓരോ സ്കൂളിലെ എംബ്ലം ഒക്കെ കാണുമല്ലോ, അപ്പോൾ അതും എല്ലാം സാർ ചെയ്ത് കൊടുക്കും? അതെ, ആ എംബ്ലം ഞങ്ങൾ തിരുപ്പൂറി ചെയ്യിച്ച് ഈ യൂണിഫോമിൽ തയ്ച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് കൂടുതലും. ഇൻ കേസ് മെറ്റീരിയലാണ് എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ എംബ്ലം ഞങ്ങൾ അവർക്ക് കൊടുക്കും. അമൃത വിദ്യാലയം അതൊരു മെയിനായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് കാരണം അവിടെ തുണി കൊടുത്താൽ പിന്നെ വേറെ എങ്ങും ഇതില്ല. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് JK ഗാർമെൻറ്റ്സിലെ കുറച്ച് യൂണിഫോമുകൾ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. അപ്പോൾ ചേച്ചി, ഇത് ഓരോ സ്കൂളിലെ യൂണിഫോമുകൾ ഏതൊക്കെയാണെന്ന് പറയാം? കേന്ദ്ര വിദ്യാലയത്തിൻ്റെ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ ബോയ്സിന് നിക്കറും ഷർട്ടുമാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 1ാം ക്ലാസ് തൊട്ട് 2ാം ക്ലാസ് വരെ ഫ്രോക്കാണ്. പിന്നെ ബോയ്സിൻ്റെ 6ാം ക്ലാസ് തൊട്ട് അവർക്കാണെങ്കിൽ ഷർട്ടാണ്, കോളർ ഷർട്ടും പാൻറ്റുമാണ് അവർക്ക് 6ാം ക്ലാസ് തൊട്ട്. 3ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ അവർക്ക് സ്കേർട്ടാണ്. 9ഉം 10ഉം കുട്ടികൾക്കാണെങ്കിൽ ചുരിദാറാണ്. പെൺകുട്ടികൾക്ക് ചുരിദാറാണ് 9ഉം 10ഉം. +2 വരെയാണ്. ഇത് +2 വരെയുണ്ട്. പിന്നാണെങ്കിൽ അവർക്ക് ബുധനാഴ്ച ദിവസമാണെങ്കിൽ വേറെ കളറാണ് യൂണിഫോം. അത് ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമാണ്. ഇവർക്കാണെങ്കിൽ 4 കളറുകളും ഇവിടെ ഉണ്ട്. ഇത് പെൺകുട്ടികൾക്ക് ജെൻസ് ആൻഡ് ലേഡീസിന് ഇത് തന്നെയാണ്. ഇതെല്ലാം KVയുടെയാണ്. KVS എന്ന് പുറകിൽ എഴുതിയിട്ടുണ്ട്. അവർക്ക് 4 കളറുകളാണ്. ഇത് KVയുടെ ബുൾബുൾ ഫ്രോക്കാണ്. ഇത് 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെയാണ് ഈ ബുൾബുൾ ഫ്രോക്ക് വരുന്നത്. ഇതിൻ്റെ ബാഡ്ജസുകളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്.
ഇത് നമ്മളത് എന്തെങ്കിൽ ബെൽറ്റ്, ഇത് പെൺകുട്ടികൾക്കാകുമ്പോൾ ബെൽറ്റ് ഉണ്ട്, പിന്നെ അവർക്കുള്ള സോക്സ് ഉണ്ട്, എല്ലാം ഇവിടെ ലഭ്യമാണ്. ആൺകുട്ടികൾക്ക് കപ്സാണ്. ഇത് 1 തൊട്ട് 5ാം ക്ലാസ് വരെയാണ്. ഇവരുടെയും ബാഡ്ജസുകൾ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ക്യാപ്പ്, ബെൽറ്റ് എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇത് ഗൈഡാണ്. ഇത് കേന്ദ്ര വിദ്യാലയത്തിന് തന്നെയല്ല, ഒട്ടുമുക്കാൽ സ്കൂളുകൾക്കെല്ലാം ഗൈഡിൻ്റെ പിന്നെ ചുരിദാറുമുണ്ട്. ഇത് പിന്നെ അവർക്കുള്ള എംബ്ലവും ഇവിടെ ഉണ്ട്. ഇത് ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ KVക്കാവുമ്പോൾ KVS എന്നും പറയും, മറ്റേതിനാകുമ്പം പ്ലെയിനായിട്ടുള്ള എംബ്ലവുമാണ് വരുന്നത്. അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ബാക്കി എല്ലാ സ്കൂളിനും ഈ ഗൈഡിൻ്റെ ചുരിദാർ ഇവിടെ ഒരേപോലെ തന്നെയാണ്. ഇത് 6ാം ക്ലാസ്സിൻ്റെ സ്കൗട്ടിൻ്റെ ഷർട്ടാണ്. ഇതിൻ്റെ എംബ്ലം ഇവിടെയുണ്ട്. ഇത് എല്ലാ സ്കൂളിനും ഇത് തന്നെയാണ്. ഇതിനാണെങ്കിൽ ക്യാപ്പുണ്ട്, ബെൽറ്റുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. അവരുടെ പാൻറ്റുമാണ് ബോയ്സിൻ്റെ. എല്ലാ ഒട്ടുമുക്കാലും സ്കൂളുകാർക്ക് ഈ ഷർട്ട് തന്നെയാണ്, ഷർട്ടും പാൻറ്റും. ഇത് കേന്ദ്ര വിദ്യാലയത്തിൻ്റെ മോർണിംഗ് ഷിഫ്റ്റിന് പോകുന്ന കുട്ടികൾക്ക് രാവിലെ അവർക്കാണെങ്കിൽ സെറ്റർ അവർക്ക് രാവിലെ വേണം. അത് എല്ലാം പിന്നെ രക്ഷകർത്താക്കളും മെയിനായിട്ട് ഒന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ സെറ്റർ. ഇനി അടുത്ത സ്കൂളിനെ പരിചയപ്പെടുത്തുന്നത് അമൃത സ്കൂളിനെ പറ്റിയാണ്. അവർക്കാണെങ്കിൽ ബോയ്സിനാണെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെയുള്ള യൂണിഫോമാണ്, നിക്കർ ഷർട്ടുമാണ് അവരുടെ. പെൺകുട്ടികൾക്കാണെങ്കിൽ 7ാം ക്ലാസ് തൊട്ട് അവർക്ക് ചുരിദാറാണ്. അവരുടെ ചുരിദാറ്, അവരുടെ കോട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വൈറ്റ് കോട്ടും ഉണ്ട്. അത് രണ്ടും ഇവിടെ ലഭ്യമാണ്. ബോയ്സിനാവുമ്പം അവരുടെ പാൻറ്റും ഈ ഷർട്ട് തന്നെയാണ് ബോയ്സിന് കിട്ടുന്നത്. 6ാം ക്ലാസ്. ഇത് തപോവൻ സ്കൂളിൻ്റെ KGയുടെ ബോയ്സിനും ഗേൾസിനുമുള്ള യൂണിഫോമാണ്. എൻ്റെ 1ാം ക്ലാസ്സിൻ്റെ അവരുടെ ആ സ്കൂളിൻ്റെ തന്നെ 1ാം ക്ലാസ്സിൻ്റെ ബോയ്സിൻ്റെ ഷർട്ടും നിക്കറുമാണ്. ഗേൾസിന് വരുമ്പം ഈ ഫ്രോക്കും ഈ ഷർട്ടും തന്നെയാണ്. ബോബൻ്റെ 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള യൂണിഫോമാണ്. ബോയ്സിനും ഗേൾസിനും ഇത് തന്നെയാണ്. പിന്നെ ഗേൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർക്ക് കോട്ട് വരും. അടുത്ത സ്കൂളിനെ പരിചയപ്പെടുത്തുന്നത് സെൻറ്റ് ജോൺസിൻ്റെയാണ്. സെൻറ്റ് ജോൺസിൻ്റെ പിന്നെ UKG തൊട്ട് അവരുടെ ആണെങ്കിൽ +2 വരെയുള്ള യൂണിഫോം ഇവിടെ ലഭ്യമാണ്. അടുത്ത സ്കൂളിനെ പരിചയപ്പെടുത്തുന്നത് ഹോൾ സയൻസ് സ്കൂളാണ്. അടുത്ത സ്കൂളിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹോളി ഏഞ്ചൽ സ്കൂളിൻ്റെയാണ്. അവർക്കാണെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള യൂണിഫോം ഇവിടെ ലഭ്യമാണ്. അടുത്ത സ്കൂളിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ന്യൂമാൻ സ്കൂളിനെയാണ്. അവർക്കാണെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള യൂണിഫോം ഇവിടെ ലഭ്യമാണ്. MGM കൊടുമൺ സ്കൂളിനെ കുറിച്ചാണ്. അവർക്കും 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ യൂണിഫോം ലഭ്യമാണ് ഇവിടെ. നാഷണൽ സെൻട്രൽ സ്കൂള് അതിൻ്റെ യൂണിഫോം ഇവിടെ ലഭ്യമാണ്. അടുത്ത കുറേ സ്കൂളിൻ്റെ യൂണിഫോം ഇവിടെ ലഭ്യമാണ്. അതായത് മെറിലാൻഡ്, ചൂരക്കോട്, NSS തട്ട, സെൻറ്റ് മേരീസ്, ഇവിടെ സെൻറ്റ് മേരീസ് സ്കൂളുണ്ട്, സെൻറ്റ് മേരീസിൻ്റെ കോൺവെൻ്റ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ യൂണിഫോം ഇവിടെ ലഭ്യമാണ്. അടൂർ ബോയ്സ് ആൻഡ് ഗേൾസ്, ഇങ്ങനെ കുറേ സ്കൂളിൻ്റെ ഇവിടെ ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കി ആരെങ്കിലും യൂണിഫോമിന് ഓർഡർ ഒരു ഒക്ടോബർ നവംബറിൽ തന്നാൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ജാനുവരി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാനൊക്കത്തില്ല. ഒക്ടോബർ നവംബറിൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഏത് യൂണിഫോം ആണെങ്കിലും ചെയ്തു കൊടുക്കും ഞങ്ങൾ. അതും 10% അഡ്വാൻസ് തരണം. ഇത് കണ്ട ഇവിടുത്തെ ഗോഡൗൺ ആണ്, കണ്ടില്ലേ? യൂണിഫോമുകൾ അട്ടിയായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതേമാതിരി ഇത് 3 നില കെട്ടിടമാണ്. ഇത് അന്നേരം എടുക്കേണ്ട ഐറ്റം മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇത് തീർന്ന ഉടനെ 2 നിലയിൽ നിന്നും അതായത് സ്കൂളുകളുടെ സൈസ് വൈസ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കും, എടുത്തു കൊടുക്കത്തക്ക പോലെ. യൂണിഫോം എല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. തീരുന്നതനുസരിച്ച് മേളത്തെ നിലകളിൽ നിന്ന് സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. ഈ യൂണിഫോം എന്ന് പറയുന്നത് എപ്പോഴൊക്കെ വന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക? ഒരു മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് മിക്കവാറുമുള്ള ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്കൂളുകളുടെയും റെഡിമെയ്ഡ് ഞങ്ങൾ സ്റ്റോക്ക് ആക്കും. മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 15 to 20 ആകും. പിന്നെ ഇത് വിൽപ്പന നോർമലി ഇവിടെ തുടങ്ങുന്ന ഏപ്രിൽ മെയ് ആണ്. ഒരു മെയ് ഒരു 10-15 ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പം പല സ്കൂളുകളുടെയും എല്ലാ സൈസും കിട്ടിയെന്നിരിക്കത്തില്ല, കട്ട് ഓഫ് ആകും. കട്ട് ഓഫ് ആയാൽ പിന്നെ ആ വർഷം അത് ബുദ്ധിമുട്ടാണ് പിന്നെ കിട്ടാനൊക്കെ. 15-20 ഒക്കെ ആകുമ്പോൾ ഇത് കട്ട് ഓഫ് ആയി തുടങ്ങും. എല്ലാ സൈസുകളും കിട്ടത്തില്ല. യൂണിഫോം കാണും, മെറ്റീരിയൽ കാണും, പക്ഷെങ്കിൽ റെഡിമെയ്ഡ് എല്ലാ സൈസുകളും കിട്ടണമെന്നില്ല. കാരണം സൈസ് കട്ട് ഓഫ് ആകും. മെറ്റീരിയലുണ്ട്. തയ്യക്കാർ വളരെ കുറവാണിപ്പം. അപ്പം നമുക്ക് സമയത്തിന് കിട്ടണമെന്നില്ല ഇത് തയ്ക്കാൻ കൊടുത്താലും. അതുകൊണ്ട്
സഹിച്ച് കിട്ടുമ്പം ഇത് ചിലപ്പം കറക്റ്റ് ഫിറ്റ് ആകണമെന്നുമില്ല, പിന്നെ ഓൾട്രേഷനൊക്കെ പോകണം. ഇതാകുമ്പം നമുക്ക് നല്ല 2 ഡ്രസ്സിങ് റൂമുണ്ട്. കുഞ്ഞുങ്ങൾ വന്നാൽ അവരെ പേരൻസിൻ്റെ കൂടെ വിട്ട് അവർക്ക് ഇട്ട് നോക്കി കറക്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാം. അതായത് നമ്മൾ കുട്ടികളായിട്ട് വന്നാൽ ഇവിടെ കുട്ടികളായിട്ട് വേണം വരാൻ. കുട്ടികളായിട്ട് വന്ന് ഇവിടെ നിന്ന് ഇട്ട് നോക്കി, ഇവിടെ ഡ്രസ്സിങ് റൂമുണ്ട്, 2 ഡ്രസ്സിങ് റൂമുണ്ട്. ഡ്രസ്സിങ് റൂമിൽ പോയി കുഞ്ഞുങ്ങൾക്ക് ഇട്ട് നോക്കി പേരൻസിൻ്റെ കൂടെ പോയി ഇട്ട് നോക്കി കറക്റ്റ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാം. ഇവിടെ നിന്നും യൂണിഫോം വാങ്ങിച്ചാൽ ഒരാൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുക? ഇപ്പോൾ ഉദാഹരണം, ഇപ്പം ഞങ്ങൾ മില്ല് ഐറ്റം മാത്രമേ വിൽക്കത്തുള്ളൂ. പിന്നെ എസ് കുമാറിൻ്റെ സൂട്ടിങ് 260 രൂപ 1 മീറ്റർ തുണിക്ക്. സാധാരണ നമ്മുടെ ഒരു ജെൻസിൻ്റെ പാൻറ്റിന് വേണ്ടി 130. അപ്പോൾ ആ 130ഉം 400 രൂപ 450 രൂപ തയ്യക്കൂലി. ഇത് എബൌട്ട് 800 റുപ്പീസ് വരും ഒരു പാൻറ്റ് നിങ്ങൾ തുണി എടുത്ത് ചെയ്ത് വരുമ്പം. വേറെ ഇവിടെ 595 രൂപയ്ക്ക് ഞങ്ങൾ അതേ തുണിയുടെ റെഡിമെയ്ഡ് കൊടുക്കും. കാരണം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ചെയ്യുന്നതുകൊണ്ട് തയ്യക്കൂലി ഞങ്ങൾക്ക് കൊമേഴ്സ്യൽ റേറ്റല്ല വരുന്നത്. യൂണിഫോമുകൾ മാത്രമല്ല മറ്റ് ഗാർമെൻറ്റ്സും കൂടി ഇവിടെ ഉണ്ട്. യൂണിഫോം പോലെ തന്നെ ഇന്നർ വെയറിൻ്റെ ഒരു സെക്ഷൻ കൂടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറൈറ്റി പാൻറ്റീസ്, വെറൈറ്റി ബ്രാകൾ, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. മെയിനായിട്ട് പറയുവാണെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പീരീഡ്സ് വരുമ്പോൾ അമ്മമാർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കാനുള്ള പീരീഡ് പാൻറ്റിയാണ് ഇവിടെ ലഭ്യമാണ്. അത് വെറൈറ്റിയാണ്. അത് 4 തരം വെറൈറ്റി പീരീഡ്സ് പാൻറ്റീസ് ഉണ്ട്. അതെൻ്റെ ആട്ടാണെങ്കിൽ ഇങ്ങനെ പാടുകൾ എടുത്ത് വെക്കാവുന്നതും പാട് എടുത്ത് വെളിയിലോട്ട് എടുത്ത് വെക്കുന്നതും ഇതിൽ പാട് ഒട്ടിച്ച് കവർ ചെയ്ത് വിടുന്നതും എല്ലാമായിട്ടുള്ള പാൻറ്റുണ്ട്. ഇതൊക്കെ അമ്മമാർ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ചുരിദാറൊക്കെ ഇടുന്ന ചില കുട്ടികളുടെയൊക്കെ വയറിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തെളിക്കുമ്പോൾ അവർക്കാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടാവും. അന്നേരം ആണെങ്കിൽ അവർക്കാണെങ്കിൽ ഈ പാൻറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പാൻറ്റീസ് ആണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഈ ബാൻഡ് ഉള്ളതുകൊണ്ട് വയറിനെ നമ്മൾ ചുരുക്കി കാണിക്കുന്നു. എന്ന് വെച്ചാൽ വയർ ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരിദാറൊക്കെ ഇടുന്നതുകൊണ്ട് വയറിനെ നമ്മൾ ഷേപ്പാക്കി കിട്ടുന്ന ഒരു പാൻറ്റിയാണ് ഈ പാൻറ്റിയാണ്. പിന്നാണെങ്കിൽ വേറെ ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ ലെഗിൻസൊക്കെ ഇടുന്നതുകൊണ്ട് ടൈറ്റായിട്ടുള്ള ലെഗിൻസൊക്കെ ഇടുന്ന ഉടനെ ആണെങ്കിൽ അവർക്ക് ഈ മൊഡാൽ പാൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ബ്ലോസം കമ്പനിയുടെ ഒരു പാൻറ്റി ഇവിടെ ഉണ്ട്, മൊഡാൽ പാൻറ്റി. ഇത് ഇവിടെ ലഭ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ടൈറ്റായിട്ടൊക്കെ ജീൻസൊക്കെ പിന്നെ ലെഗിൻസ് ഇടുന്നതുകൊണ്ട് കുട്ടികൾക്ക് അത് പുറത്തോട്ട് ഇങ്ങനെ പാട് കാണാതെ എടുത്ത് കാണിക്കാതിരിക്കുന്ന ഒരു പാൻറ്റിയാണ് മൊഡാൽ പാൻറ്റി. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ണമുള്ള അമ്മമാർ, സ്ത്രീകൾ, പിന്നെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കാണെങ്കിൽ പാൻറ്റിയൊക്കെ ഇടുന്നതാണെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിൽ ഇവിടെ തുട പിടിച്ച് മുറുകുന്നു എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്കാണെങ്കിൽ ഷോർട്ട് പാൻറ്റി പോലെയുള്ള ഒരു പാൻറ്റിയുണ്ട്. ഇനി അടുത്തതായിട്ടാണെങ്കിൽ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പിന്നെ ഇപ്പോൾ 10 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ ശരീരം ഓവർ വളർച്ചയാവുന്നതുകൊണ്ട് അവർക്ക് ബ്രാ ഇടാൻ പറ്റാത്ത കാരണത്താൽ അവർക്ക് കൊടുക്കുന്നതാണ് നമ്മൾ ഈ സ്പോർട്സ് ബ്രാ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഇതാണെങ്കിൽ നമുക്ക് പല പല കമ്പനിയുടെ ഐറ്റം ഇവിടെ ഉണ്ട്. ഇതാണെങ്കിൽ അത് ചെറിയ കുറഞ്ഞ വിലയുടെ 79 രൂപ തൊട്ട് ഇവിടെ ലഭ്യമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റൊക്കെ റിമൂവ് ചെയ്യുന്ന പേഷ്യൻറ്റിന് കൊടുക്കാനുള്ള ബ്രായാണ് ഇവിടെ ഉള്ളത്. ഇതാണെങ്കിൽ പിന്നെ കപ്പ് ഇങ്ങനെ ഉണ്ട്. ഇത് 2 സൈഡിൽ ഒരു സൈഡിൽ എടുക്കുകയാണെങ്കിൽ ആ സൈഡിലോട്ട് ഈ ബ്രാ ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ എടുക്കുന്ന ബ്രാ ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ജേക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസ് ലഭ്യമാണ്. ഇത് സ്ട്രെച്ചബിളാണ്. ഇതിൻ്റെ വിലയാണെങ്കിൽ 180 തൊട്ട് 300 താഴെ വരെ ആണ് ഇതിൻ്റെ വില. അതും ഇവിടെ ലഭ്യമാണ്. ഇത് സ്ട്രെച്ചബിൾ ആണ്. മൂന്ന് നിലകളായി ഗാർമെൻറ്റ്സിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഇതാ കണ്ടില്ലേ? സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോമിൻ്റെ കാര്യത്തിൽ എല്ലാ പേരൻസിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ടെൻഷനുമുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞ സ്കൂളുകളുടെ എല്ലാ യൂണിഫോം റെഡിമെയ്ഡ് ഇവിടെ റെഡിലി ഒരു മാർച്ച് ഏപ്രിൽ മുമ്പേ റെഡിയാണ്. സമയത്തിന് വന്നാൽ എല്ലാ സൈസുകളും കറക്റ്റായിട്ട് ഇട്ട് നോക്കി എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു മെയ് 15 ആയിക്കഴിഞ്ഞാൽ എല്ലാ സൈസുകളും കിട്ടിയെന്നിരിക്കത്തില്ല, സൈസുകൾ കട്ട് ഓഫായി പോകും. സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് ഇനി ഒരു തലവേദനയല്ല വേറെ അല്ല, JK ഗാർമെൻറ്റ്സ് ആണ് ഇതിനൊരു സൊല്യൂഷൻ. അപ്പോൾ ഈ JK ഗാർമെൻറ്റ്സിലോട്ട് വരുന്ന ആളുകളോട്, പേരൻസിനോട്
പ്രത്യേകിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഇവിടെ ഉള്ള സ്കൂളുകളുടെ യൂണിഫോമിന് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ എടുത്ത് തയ്ക്കുന്നതിൽ ലാഭകരവും സൗകര്യപ്രദവും ആയിരിക്കും. ഇവിടെ ഡ്രസ്സിങ്ങും ഉണ്ട്, കുഞ്ഞുങ്ങളെ ഇട്ട് സൈസ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. തയ്യൽക്കാരിപ്പം അധികം ഇല്ല, അതുകൊണ്ട് തയ്ച്ചു കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റിയും 100% ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരിക, യൂണിഫോം എടുക്കുക, യൂണിഫോം എടുത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. റിലാക്സ് ആയി പോകും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ മെയ് മാസമായി യൂണിഫോം എടുക്കുന്ന തിരക്കിലാണ്. ഇനി ഒട്ടും സമയം കളയാതെ എല്ലാവരും JK ഗാർമെൻറ്റ്സിലോട്ട് എത്തുക. JK ഗാർമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. അടൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമാണ് JK ഗാർമെൻറ്റ്സ്. ഇവിടെ ദാണ്ട സൈഡിലും എല്ലാം ബോർഡുകളുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. മാത്രമല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താലും JK ഗാർമെൻറ്റ്സിലോട്ട് എത്താം. ജസ്റ്റ് ഡയലിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം. ബൈ ബൈ.